എല്ലാവർക്കും നമസ്കാരം. 1202 ആണ്ട് മലയാള പുതുവത്സര സമ്പൂർണ്ണ ഫലത്തിൽ അവിട്ട നക്ഷത്രക്കാരെക്കുറിച്ചാണ് പറയുന്നത്. 1202 ആണ്ട് ചിങ്ങമാസം 1 തീയതി മുതൽ 1202 ആണ്ട് കർക്കിടകം 31 വരെ, ഈ വർഷത്തെ 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെ നീണ്ടു നിൽക്കുന്ന 12 മാസത്തെ ഒരു വർഷത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലമാണ്. ഇതിൽ വ്യാഴം 7-8 ഭാവത്തിലും ശനി 3-4 ഭാവത്തിലും രാഹു 2-ലും ലഗ്നത്തിലും ഗോചരം ചെയ്യുന്നു. പ്രതിസന്ധികളിൽ തളരാതെ മനക്കരുത്തും ഏത് കാര്യത്തെയും ധൈര്യത്തോടെ നേരിടാനുള്ള കഴിവും ഇവർക്കുണ്ട്. മറ്റുള്ളവരെ സഹായിക്കുന്നതിന് ഇവർക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല. പൊതുപ്രവർത്തന മേഖലകളിൽ തിളങ്ങുന്നവരുമായിരിക്കും ഇവർ. ഏത് ലക്ഷ്യവും നേടിയെടുക്കാൻ കഠിനമായി പ്രയത്നിക്കുന്നവരാണ്. ഇത് നേടിയെടുക്കുന്നതുവരെ ഇവർ സ്വന്തമായി പരിശ്രമിച്ച് പ്രയത്നിച്ചുകൊണ്ട് ഇരുന്ന രീതിയിൽ നിന്ന് ഉയർന്ന നിലയിലെത്താനുള്ള ഒരു പ്രത്യേക സ്വഭാവ വാസനയുള്ള നക്ഷത്രക്കാരാണ്. നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നവരായതിനാൽ കളവിനോടും അനീതിയോടും ശക്തമായി എതിർക്കുകയും പ്രതികരിക്കുകയും അവരെ കൂടെ കൂട്ടാതെ മാറി നിൽക്കുകയും ചെയ്യും. ചില കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്തവരാണ് അവിട്ട നക്ഷത്രക്കാർ. സ്വന്തം തീരുമാനങ്ങളിൽ ഇവർ ഉറച്ചു നിൽക്കും. അങ്ങനെയുള്ള സ്വഭാവക്കാരായതുകൊണ്ട് തന്നെ സ്വന്തമായിട്ടൊരു വ്യക്തിത്വവും വെളിപാടുമൊക്കെയുള്ള നക്ഷത്രക്കാരാണ്. പെട്ടെന്ന് കോപം വരുന്ന സ്വഭാവം ഇവരിൽ ചിലർക്ക് കാണാറുണ്ട്. എടുത്തുചാട്ടം കൊണ്ട് ചിലപ്പോൾ ചില തീരുമാനങ്ങൾ തെറ്റിപ്പോകാനുള്ള സാധ്യതകളും വന്നിട്ടുണ്ട്. നേതൃത്വ പാടവമുള്ളവരാണ്. ബിസിനസ്, രാഷ്ട്രീയം, ഭരണം, സൈന്യം, അതുപോലെ തന്നെ സേവനം, പോലീസ് തുടങ്ങിയ മേഖലയിൽ വളരെയധികം തിളങ്ങാൻ സാധിക്കുന്നവരാണ്. അവിട്ട നക്ഷത്രക്കാർ പൊതുവെ സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നവരായിരിക്കും. എന്നിരുന്നാലും പണം കൈകാര്യം ചെയ്യുന്നതിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. 1202 ആണ്ടിൽ ബിസിനസ് മേഖലയിൽ, തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു നല്ല വർഷമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം നാവുകൊണ്ട് അല്ലെങ്കിൽ വാക്കുകൊണ്ടൊക്കെ ജോലി ചെയ്യുന്നവർക്ക്, അതായത് രാഷ്ട്രീയക്കാർക്ക്, പൊതുപ്രവർത്തകർക്ക്, വക്കീലന്മാർക്ക്, സെയിൽസ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാം നല്ല ഉയർച്ചയുണ്ടാകുന്ന ഒരു വർഷമാണ്. അവിട്ട നക്ഷത്രക്കാർക്ക് ഈ വർഷം ധാരാളം ധനസമ്പാദനത്തിനുള്ള വലിയ മാർഗങ്ങളൊക്കെ തുറന്നു കിട്ടുന്ന ഒരു വർഷമാണ്. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ മേഖലയിൽ ഒരേ സമയം ജോലി ചെയ്യാനും പലവിധ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്നും ഒരുപാട് പണമുണ്ടാക്കാനും ഇവർക്ക് സാധിക്കും. ഇത് മുഖാന്തരം പലവിധ വരുമാന മാർഗങ്ങൾ ഇവർക്ക് തുറന്നു കിട്ടും. ഈ വർഷം തുറന്നു കിട്ടുന്ന പല വരുമാന മാർഗങ്ങളിലൂടെയും പല ബിസിനസ്സുകളിലൂടെയും മുന്നോട്ട് പോകാനും ഇവർക്ക് സാധിക്കുന്നതാണ്. ഏത് കാര്യമാണെങ്കിലും ആഗ്രഹിച്ചതുപോലെ മുന്നിട്ടിറങ്ങി പുറപ്പെടുന്നതിനാൽ വിജയം കണ്ടെത്താൻ ഇവർക്ക് വലിയ രീതിയിലുള്ള പ്രയത്നം ചെയ്യേണ്ടി വരും. അതോടൊപ്പം പലവിധ വലിയ വിജയവും കണ്ടെത്താൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണിത്. 1202 ആണ്ടിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ വളരെ വലിയ രീതിയിൽ ഒരുമിച്ച് കൂടുന്നതിനും ബന്ധുജനങ്ങൾ വഴി വലിയ കാര്യങ്ങൾ നടക്കുന്നതിനും കുടുംബങ്ങൾ വഴി ഉയർച്ച ഉണ്ടാകുന്നതിനുമൊക്കെ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ്. നിങ്ങൾക്ക് ഈ ഒരു വർഷം എന്ന് പറയുന്നത് മക്കളെ കൊണ്ട് സന്തോഷം, സമാധാനമൊക്കെ വരുന്ന സമയമാണ്. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ താമസിക്കുന്ന മക്കൾ മുഖാന്തരം അന്യദേശവാസവും അന്യദേശ താമസവും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു യോഗം ഈ വർഷം നിങ്ങൾക്കുണ്ട്. വിവാഹം നടക്കാതെ കുറേ കാലങ്ങളായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന അവിട്ട നക്ഷത്ര ജാതകർക്ക് അതെല്ലാം തന്നെ, ആ പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം തന്നെ തരണം ചെയ്ത് ഈ വർഷം വിവാഹയോഗം കാണുന്ന ഒരു സമയം കൂടിയാണ്. പുനർവിവാഹത്തിന് തയ്യാറെടുക്കുന്നവർക്ക് കാലതാമസം കൂടാതെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ മനസ്സിനിണങ്ങിയ പോലെ ഒരു പങ്കാളിയെ ലഭിക്കുന്നതിനും നല്ലൊരു കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് പോകാനും സാധിക്കുന്നതാണ്. ഇവരുടെ തൊഴിൽ മേഖലയിൽ വലിയ ഉയർച്ചകൾ, കർമ്മമേഖലയിൽ വലിയ മാറ്റങ്ങൾ, ഗൃഹമുക്തികളൊക്കെ ഉണ്ടാകുന്ന ഒരു നല്ല സമയം എന്ന് വേണം പറയാനായിട്ട്. പല ഉയർന്ന നിലയിൽ ജീവിക്കുന്ന, ഉയർന്ന തലത്തിലുള്ള ബിസിനസ്സുകാരുമായിട്ട് പല കാര്യങ്ങളിലും ബന്ധപ്പെട്ട് ഒരു വലിയ ബിസിനസ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വലിയ ഉയർച്ച ഉണ്ടാകാനും ചെറിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്ന ബിസിനസ്സുകളിലേക്ക് വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൊണ്ടുവരാനും സാധിക്കുന്ന ഒരു വർഷമാണ്. ധനനേട്ടം, ധനസമ്പാദനം എല്ലാം തന്നെ ഈ വർഷം വലിയ രീതിയിൽ നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ഉയർന്നു വരുന്നതുമാണ്. ഈ വർഷം
ശത്രുനാശനം ഉണ്ടാകുന്നതാണ്. ശത്രുക്കൾ വഴി നേരിട്ടുകൊണ്ടിരുന്ന ശത്രുതാ മനോഭാവം ഇല്ലാതാവുകയും ശത്രുനാശനം വരുന്ന ഒരു വർഷം കൂടിയാണ്. സർക്കാർ ജോലിയിലുള്ളവർക്ക് കുറേ നാളുകളായിട്ട് ട്രാൻസ്ഫർ മുതലായവ ശ്രമിച്ചിട്ട് ലഭിക്കാതിരുന്നെങ്കിൽ ഈ വർഷം അത് സാധിക്കുന്നതാണ്. ട്രാൻസ്ഫറിനൊപ്പം തന്നെ സാലറി ഉയർച്ച, പദവി ഉയർച്ച, ജോലിയിൽ വലിയ പദവിയിലെത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം നിങ്ങൾക്ക് അനുകൂലമായ രീതിയിലുള്ള പെരുമാറ്റം ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്നും മേലധികാരികളിൽ നിന്നും മന്ത്രിമാരിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടാക്കുവാനും ഇതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ നേരത്തെ നിങ്ങൾക്കെതിരായിരുന്ന മേലുദ്യോഗസ്ഥന്മാർ മാറി വരാനും ഇതോടൊപ്പം തന്നെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു ട്രാൻസ്ഫറും പ്രമോഷനും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വർഷം കൂടിയാണ്. ഏതൊരു പദ്ധതികളും നിങ്ങളുടെ ഉന്നമനത്തിനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഉന്നതിക്ക് വേണ്ടി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും ആ പദ്ധതികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള നിങ്ങളുടെ ഏറ്റവും അടുത്ത സ്വന്തം ബന്ധങ്ങളിൽ നിന്ന് ഒരുപാട് ശത്രുതകൾ വന്നിരുന്നെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി അവരുമായിട്ട് ഒരു നല്ല മിത്രത്തെ പോലെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. ജീവിതത്തിൽ ഇനിയും വലിയ വലിയ മേഖലകളിൽ എത്തുവാനും നിങ്ങൾക്ക് സാധിക്കും. വീട് വാങ്ങാനും വീട് പുതുക്കി പണിയാനും വീട് മോടി പിടിപ്പിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു അവിട്ടം നക്ഷത്രക്കാർ വളർത്തു മൃഗങ്ങളോടും പക്ഷികളോടുമൊക്കെ വളരെ വലിയ ഇഷ്ടമുള്ള ആൾക്കാരാണ്. അവർക്ക് വേണ്ടുന്ന കൂടുകൾ ഒരുക്കാനും പുതിയ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ വാങ്ങിച്ച് വളർത്താനും ഒക്കെ തോന്നുന്ന ഒരു വർഷം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് പണം ചിലവാക്കുന്നതാണ്. ഇവർക്ക് നല്ല ഉത്സാഹവും ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ്. പുതിയ നിറത്തിലുള്ള വാഹനങ്ങൾ, പഴയ വാഹനങ്ങൾ മാറ്റി പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാനും ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു വർഷം കൂടിയാണ്. പണം സമ്പാദിക്കാനും ചെലവഴിക്കാനുമുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ദമ്പതികൾ തമ്മിൽ പരസ്പര അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നെങ്കിൽ അത് മാറി ഒരു സുഖം സമാധാനമൊക്കെ വന്നു ചേരുന്നതാണ്. ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെയൊക്കെയാണ് ഇവർ ഇപ്പോൾ കടന്നു പോകുന്നത്. കുറേ അധികം ആൾക്കാരുടെ ജീവിതത്തിൽ പൊട്ടലും ചീറ്റലും ഒക്കെ ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അത് ചെറിയ തോതിൽ പ്രശ്നങ്ങളാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളതനുസരിച്ച് മുന്നോട്ട് പോവുക. പല വിധത്തിലുള്ള ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസം മൂലം ബന്ധുതാപരമായ പരാജയം വരുന്ന ഒരു വർഷം കൂടിയാണ്. ഗൃഹനിർമ്മാണത്തിന് പുറപ്പെടുമ്പോൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ബഡ്ജറ്റ് മാറിപ്പോകാനും അത് ചെന്ന് പലവിധ ആഡംബരപരമായ കാര്യങ്ങളിലൊക്കെ ചെന്ന് ചാടാനുള്ള അവസ്ഥയും വരുന്നതാണ്. ആഡംബരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ജീവിതം കടന്നു പോകും. അതുവഴി കുറേ അധികം പണം അതിനകത്തേക്ക് ഒഴുകിപ്പോകുന്നതും ഈ ഒരു വർഷത്തിൽ സംഭവിക്കാവുന്നതാണ്. ചിലവുകൾ കൂടാനുള്ള വർഷം കൂടിയാണ്. കുറേ നാളുകളായിട്ട് വിവാഹം വേണ്ട എന്ന് വെച്ച് നടക്കുന്ന യുവാക്കൾക്ക് പെട്ടെന്ന് വിവാഹം നടക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ശാരീരികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, ആശുപത്രിവാസങ്ങൾ എന്നിവയൊക്കെ ഇവരിൽ നിന്ന് ഈ ഒരു വർഷം അകന്നു പോകുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ കുറച്ചധികം അകന്നു പോകുമെങ്കിലും ശ്രദ്ധക്കുറവ് കൊണ്ട് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യാതെ അതിങ്ങനെ മാറ്റി വയ്ക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുള്ളത് കൊണ്ട് തന്നെ പുതിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളൊക്കെ പിടിപെട്ടാൽ പെട്ടെന്ന് തന്നെ ചികിത്സ തേടേണ്ടതാണ്. ചെറിയ അസുഖമാണ്, അത് പിന്നെ നോക്കാമെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കരുത്. അത് നിങ്ങൾക്ക് മോശം ഫലങ്ങൾ ഉണ്ടാക്കിത്തരും. അതുകൊണ്ടാണ് പറഞ്ഞത്, അസുഖങ്ങൾ ഉണ്ടായാൽ അപ്പോൾ തന്നെ ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളും എടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ്. ഈ വർഷം നല്ല ഗുണഫലങ്ങൾ കിട്ടുന്ന സമയമാണെങ്കിലും കുറച്ച് ദോഷഫലങ്ങളും ഉണ്ട്. അപ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷമാണിത്. ഇവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും പോസിറ്റീവായിട്ട്, അതായത് ധനപരമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുമെങ്കിലും ആരോഗ്യപരമായിട്ട് പഴയ അസുഖങ്ങൾ മാറി ശ്രദ്ധക്കുറവ് കൊണ്ട് പുതിയ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പല കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. കാര്യം ഇവർ ശ്രദ്ധ കുറച്ച് കുറവുള്ള ആൾക്കാരാണ്. ഉയർച്ച ഉണ്ടാകുമ്പോഴും മറ്റുള്ളവരെ സഹായിക്കാനും ഒക്കെയുള്ള മനസ്സുള്ളവരാണ്. പക്ഷേ ഇവരുടെ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നവരാണ്. ദേഷ്യം നിയന്ത്രിക്കുക, തട്ടിക്കയറുന്ന സ്വഭാവം ഒഴിവാക്കി നിർത്തുക, എടുത്തു ചാടിയുള്ള സംസാരം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക.
മറ്റുള്ളവരെ കേൾക്കാതെ അഭിപ്രായം പറയുന്നത് ഒഴിവാക്കുക. ഇതെല്ലാം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. എപ്പോഴും ശാന്തരായിരിക്കാൻ ആഗ്രഹിക്കുന്ന അവിട്ട നക്ഷത്രക്കാർ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധയോടെ മുന്നോട്ട് കൊണ്ടുപോവുക. പെട്ടെന്ന് വിവാഹം നടക്കുന്നത് വഴി ബന്ധുജന ഐക്യമൊക്കെ വന്നു ചേരുന്ന ഒരു വർഷം കൂടിയാണിത്. പ്രശ്നങ്ങൾക്ക് പരിഹാരമായി കൃഷ്ണനും വിഷ്ണുവിനും ക്ഷീരധാര, തുളസിമാല, തൃക്കൈവെണ്ണ, പാൽപ്പായസം ഒക്കെ കഴിക്കുന്നത് ഉത്തമമായിരിക്കും. പലവിധ നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടിയിട്ട് തിങ്കളാഴ്ച ദിവസങ്ങളിൽ വ്രതം എടുക്കുക. വ്യാഴാഴ്ചയും വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ വിട്ടുപോകുമ്പോൾ നിങ്ങളെ സഹായിച്ചവരെ തിരിച്ച് സഹായിക്കാനുള്ള ഒരു മനസ്സ് കൂടി കാണിക്കുക. ജീവിതത്തിലെ ഒരുപാട് നേട്ടങ്ങളും അഭിവൃദ്ധിയും സമ്പൽ സമൃദ്ധിയുമുള്ള ഒരു വർഷമാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ മാത്രം കുറച്ച് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അവിട്ട നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ വർഷമായതുകൊണ്ട് തന്നെ കൂടുതൽ നേട്ടങ്ങളും അഭിവൃദ്ധികളും ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം.